ഒരു തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിൽ ഫോക്കൽ പോയിന്റായി ചില ആളുകൾ വരും. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പക്ഷത്ത് നിന്ന് ഫോക്കൽ പോയിന്റായി BD സതീശൻ വരുന്നത് അതിലൊരു അസ്വാഭാവികതയുമില്ല. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നത് തന്നെ ആ അറ്റാക്കിനെ അദ്ദേഹം അർഹനാക്കും. കാരണം പ്രതിപക്ഷ നേതാവിനെയാണ് മറുവശത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുക. പ്രതിപക്ഷ നേതാവിനെ അറ്റാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരായി വലിയ സൈബർ ക്യാമ്പയിൻ വരുന്നു. സതീശൻ എന്നതിന് പകരം നുണേശൻ എന്നെഴുതുന്നു. പ്രതിപക്ഷ നേതാവ് എന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു UDFൽ ആര് മുഖ്യമന്ത്രിയാവും ആരാവാതിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയമായി ഇപ്പൊ UDFനെ മുമ്പോട്ട് നയിക്കുന്നത് സതീശൻ തന്നെയാണ്. UDF കൺവീനർ, UDFന്റെ കൺവീനർ എന്ന നിലയ്ക്കും നിരവധി വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടെടുത്ത് സതീശൻ പോകുന്നു എന്ന് തന്നെയാണ്. എല്ലാ സതീശന്റെ നിലപാടുകളോട് യോജിക്കുന്ന ആളല്ല, പക്ഷെ സതീശന്റെ ആ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ രീതികൾ, അത് തീർച്ചയായും വളരെ പ്രശംസിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നല്ല വായനയുണ്ട് എന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് നിയമസഭയിൽ വലിയ തോതിൽ ഗവൺമെന്റിനെ പ്രശ്നത്തിലാക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് നമുക്കറിയാം. ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഒരു സംവാദം നടന്നു. അന്ന് സതീശൻ പ്രതിപക്ഷത്താണ്. ലോട്ടറിയാണ് വിവാദം. ലോട്ടറി, അന്യസംസ്ഥാന ലോട്ടറി ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ടും സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പൈസ കണക്കാന്ന് ബന്ധപ്പെട്ടും ലോട്ടറിയുടെ കണക്കുകൾ സംബന്ധിച്ച ആ സംവാദം സതീശൻ തോമസ് ഐസക്കിനെ നേരിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. വളരെ സാധാരണ രീതിയിൽ അദ്ദേഹത്തിന്റെ പുച്ഛ സ്വഭാവമാണ് ഐസക്കിനുള്ളത്. ഇപ്പൊ കോമാളി എന്ന് വിളിച്ചപ്പോഴും അദ്ദേഹം അത് തന്നെയാണ്. പരമപുച്ഛത്തോടെ എന്റെ സെക്രട്ടറി വരും, എന്റെ PA വരുന്ന എന്തോ പറഞ്ഞു. പക്ഷെ അത് അദ്ദേഹത്തിന് വല്ലാതെ ക്ഷീണം ചെയ്തു. അവസാനം അദ്ദേഹത്തിന് വരേണ്ടി വന്നു. നേരിട്ടുള്ള സംവാദത്തിൽ മന്ത്രി തകിട് പൊടിയായി. നമ്മൾ അനുഭവമുള്ളതാണ് കേരളത്തിൽ. കാരണം ഒന്ന്, സതീശൻ നന്നായി പഠിച്ചിട്ടുണ്ട്. രണ്ട്, സതീശൻ അഡ്വക്കറ്റാണ്. ഈ അഡ്വക്കറ്റുമാർക്ക് ആർഗ്യുമെന്റ് മുമ്പോട്ട് വെക്കുന്നതിൽ, അതിന്റെ ലോജിക് സൃഷ്ടിക്കുന്നതിലൊക്കെ പ്രത്യേകമായൊരു കഴിവുണ്ട്. ഐസക്കിന്റെ തന്നെ ചില അടുത്ത സുഹൃത്തുക്കൾ ഈ സംവാദത്തിന് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. കാരണം അഡ്വക്കേറ്റിനോട് സംവദിക്കുമ്പോൾ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഏതായാലും അതിനുശേഷമാണ് സതീശന്റെ ഗ്രാഫ് ഉയരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മാറി, പകരം സതീശൻ വരുന്നു. സതീശൻ വന്നു എന്ന് മാത്രമല്ല, സതീശൻ അതിനുശേഷം എടുത്ത പല സ്റ്റെപ്പുകളും അദ്ദേഹം തന്നെ പറയുന്നത് പോലെ പിണങ്ങി നിന്ന നിരവധി സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ. അതുകൂടാതെ നിരവധി വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത് കൃത്യമാണ്. പ്രത്യേകിച്ചും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. കാരണം ഇപ്പോ കേരളത്തിലെ രണ്ട് സാമൂഹ്യ നേതാക്കൾ, വെള്ളാപ്പള്ളി നടേശനും പെരുന്നയിൽ സുകുമാരൻ നായരും, ഈ രണ്ടുപേരും സതീശനെ നേരിട്ട് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് ഇതിൽ വളരെ ശക്തമായി പിടിച്ചു നിൽക്കുകയും അവരുമായി സന്ധിയില്ലാത്ത, കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് കടുത്ത വർഗീയതയാണ്, അത് ഇസ്ലാമോഫോബിയാണ്, ഇസ്ലാം വിരുദ്ധമാണ്. ഇത്തരം കാര്യങ്ങൾ ആ കടുത്ത നിലപാടെടുക്കുകയും അതിന്റെ ഫലമായി വലിയ വിമർശനങ്ങൾക്ക്, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ന് പോലും വെള്ളാപ്പള്ളിയുടെ വലിയ വിമർശനം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളും അതുപോലെയുള്ളതും സതീശന് ഗുണകരമാണ് എന്നാണ്. കാരണം ഫോക്കൽ പോയിന്റ്, ഇപ്പോ ഒരു സൈന്യത്തിൽ സൈന്യാധിപനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സൈന്യം കൂടെ നിൽക്കും. അതുകൊണ്ട് തന്നെ UDFനെ ഒന്നിച്ചു നിർത്താൻ സതീശൻ ഫോക്കൽ പോയിന്റ് ആവുന്നത് നല്ലതാണ്. ഏറ്റവും ഒടുവിലുണ്ടായൊരു വിവാദം മനോരമ ചാനലിൽ നടത്തിയ ഇന്റർവ്യൂ ആണ്. ഞാൻ മുമ്പൊരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുപാട് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തു, പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾ കടുത്ത രാഷ്ട്രീയ പക്ഷപാതി അല്ലെങ്കിൽ ഈ രണ്ട് അഭിമുഖങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഇപ്പൊ മോഹൻലാലായിട്ടുള്ള അഭിമുഖം പോട്ടെ, അത് പിന്നെ കുറെ കൂടി കൊച്ചു വർത്തമാനാണ്. അഭിമുഖങ്ങൾ പരിശോധിച്ചാൽ ആരാണ്
വിഷൻ ഉള്ളതെന്നും ആർക്കാണ് കാര്യങ്ങളിൽ തീർച്ചയുള്ളത് എന്നും നമുക്ക് മനസ്സിലാവും. പിണറായി ഭക്തന്മാരുടെ കാര്യം വിടും. ഓരോ വിഷയത്തെക്കുറിച്ചും സതീശൻ പ്രകോപനപരമായ ചോദ്യങ്ങളോട് പോലും വളരെ നന്നായി പ്രതികരിക്കും. നേരെ മറിച്ച് മുഖ്യമന്ത്രിയോട് ആരും പ്രകോപനപരമായ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ആകെ ചോദിച്ച 1-2 ചോദ്യങ്ങളാണ്. അതിന് അദ്ദേഹം എനക്കറിയില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഉദാഹരണത്തിന് ഒരു കപ്പ് അദ്ദേഹം ചായ കുടിച്ചു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതിജീവിതയെ പിന്തുണയ്ക്കുന്ന അവരിട്ടൊരു വാക്ക്, അത് ഇവിടുത്തെ ഇടത് മീഡിയകൾ, ഇടത് ഹാൻഡിലുകളൊക്കെ വലിയ തോതിൽ ഇതാക്കി. കാരണം രാഹുലിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, രാഹുലിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വികാരം, UDF-നെതിരായിട്ടുള്ള വികാരം. പക്ഷെ അവിടെ VD സതീശൻ എടുത്ത നിലപാട് ആ ശ്രമങ്ങളെ മുഴുവൻ തളർത്തി കളഞ്ഞു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യമേ തന്നെ യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്താക്കി. ആരോപണം വന്നു, കേസൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ വന്നോടുകൂടി അദ്ദേഹത്തിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പിന്നെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി. ആദ്യത്തെ കേസ് കോടതിയിൽ വരുമ്പോൾ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താണ്. ഒരുപാട് വിമർശകർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സതീശനെതിരായി വന്നു. സതീശൻ വിട്ടുവീഴ്ച ചെയ്തില്ല. അതുപോലെ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ വല്ലാത്ത തരത്തിലുള്ള ഒരു ഇത് കളിച്ചു, സതീശനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ സതീശൻ ഉറച്ചു നിന്നു. UDF-ന്റെ സ്ഥാനാർത്ഥിയായി PV അൻവറിനെ നിർത്തില്ല നിലമ്പൂർ. അൻവർ അതിന് സജ്ജനായിട്ടില്ല. അൻവർ സതീശനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസിലെ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ DNA വരെ പരിശോധിക്കണം എന്ന് പറഞ്ഞ ആളാണ് അൻവർ. ഇപ്പൊ അദ്ദേഹം നിലപാട് മാറ്റി. അതൊക്കെ വേറെ വിഷയം. മനുഷ്യന് അഭിപ്രായം മാറ്റാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സതീശൻ എടുത്ത അതികർശനമായ നിലപാട്, അത് കോൺഗ്രസിൽ തന്നെ ചിലർക്ക്, ഒരു പക്ഷേ മുസ്ലിം ലീഗുകാർക്കോ ആർക്കെങ്കിലും ഒക്കെ അതൃപ്തി ഉണ്ടെങ്കിലും അതല്ല ശരി എന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ യാത്ര, നവയുഗ യാത്ര കേരളത്തിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നും അതിന് പകരമായി LDF നടത്തിയ 3 യാത്രകൾ ഏശാതെ പോയി എന്നും ഇടതുപക്ഷത്തു നിന്ന് തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു ആക്രമണത്തിന്റെ കുന്തമുന UDF-ൽ നിന്നും സതീശനായി. അതുകൊണ്ട് തന്നെ സതീശനെതിരായ അറ്റാക്ക് വന്നു. ഇപ്പൊ മനോരമയുടെ അഭിമുഖം ഞാൻ പറഞ്ഞു വന്നതാണ്. മനോരമയുടെ അഭിമുഖം കേരള പോലീസിന്റെ പരാതിയിൽ മെറ്റ എടുത്തു കളഞ്ഞു. വളരെ തെറ്റായൊരു കാര്യമാണ്. ആ അഭിമുഖത്തിൽ ഒരു വാക്കുപോലും ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനമോ വർഗീയതയിലോ, വളരെ അളന്നു മുറിച്ച വളരെ കൃത്യമായ മറുപടികളാണ് സതീശൻ കൊടുത്തത്. അഭിമുഖം നീക്കം ചെയ്തു കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത്, മുഖ്യമന്ത്രി വരുന്ന എനക്കറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഞാനല്ല പോലീസിനെ നിയന്ത്രിക്കുന്നത്, ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനാണ്. എന്തോട്ടെ, ഏതായാലും ഇപ്പോൾ വളരെ ശക്തമായി അതിന് നടപടി തെറ്റായിരുന്നുവെന്നും അത് തിരിച്ച് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിപ്പോ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും അത് സതീശന് ഗുണകരമായി. യഥാർത്ഥത്തിൽ CPM-കാർ, LDF-കാർ, മുഖ്യമന്ത്രി അടക്കം സതീശനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് സതീശന് ഗുണകരമാണ്. വെള്ളാപ്പള്ളി എതിർക്കുന്ന ആളുകളൊക്കെ ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് വെള്ളാപ്പള്ളി എതിർക്കുന്നതും സതീശന് അനുകൂലമാണ്. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായും അത്തരം ആരോപണങ്ങളെ നേരിടാനുള്ള ശേഷി സതീശനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും തുടക്കത്തിലുണ്ടായ ചില അസ്വരസ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എന്തായാലും LDF-ന് 140 സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് UDF-ന് 140 സ്ഥാനാർത്ഥി വന്നു. 2 സിറ്റിംഗ് മണ്ഡലമടക്കം 4 മണ്ഡലത്തിൽ LDF-ന് സ്ഥാനാർത്ഥികൾ ആരാന്നറിയില്ല. അവസാന ഘട്ടത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ സ്ഥാനാർത്ഥി വരുന്നത്. അപ്പോ ചുരുക്കത്തിൽ നേതൃപരമായൊരു പങ്ക് എല്ലാവരെയും കൂട്ടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പണി സതീശൻ നന്നായി ചെയ്തു. സതീശന്റെ വർഗീയതയ്ക്കെതിരായ ഉറച്ച നിലപാട് വലിയ തോതിൽ യുവാക്കളിൽ പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. VD സതീശനും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും രണ്ടുപേരും നടത്തിയ ഇന്റർവ്യൂകൾ, അവരുടെ ഇടപെടലുകളിൽ പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സതീശന് കഴിയുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റം പോലെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങനത്തെ ഒന്നുമില്ല, എഴുതി കൊടുത്ത് വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട്
സതീശന് ഗുണമേ ഉണ്ടാവൂ, ദോഷമുണ്ടാവില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ.